ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നത് നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ഈവനിങ് ഒക്കെ ആയിട്ടുള്ള ഓഫർ വീഡിയോ ആണ് ഇന്ന് വരുന്നത്. എല്ലാ ഐറ്റത്തിനും ഓഫർ ഉണ്ടാവും. അതുപോലെ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത പോലെ തന്നെ അതിന്റെ ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒറിജിനൽ പ്രൈസും ഉണ്ടാവും, അതിന്റെ ഓഫർ പ്രൈസും ഉണ്ടാവും. അപ്പോൾ എല്ലാ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എല്ലാ മെറ്റീരിയൽസ് കോട്ടൺ വരുന്നുണ്ട്, ഓർഗൻസ വരുന്നുണ്ട്, സെമി സിൽക്ക് വരുന്നുണ്ട്. എല്ലാ മെറ്റീരിയലും മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. അതിലേക്ക് ഇതുപോലെ മൾട്ടി കളർ കോമ്പിനേഷൻ, നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റുകൾ പോകുന്നുണ്ട്. യോക്കിലേക്കും അതുപോലെ തന്നെ ബോഡിയിലേക്കും സ്കാറ്റേഡ് ആയിട്ട് പോകുന്നുണ്ട്. ഹെവി ആയിട്ട് അതിലേക്ക് മിറർ വർക്കുകളാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല ഹെവിയാണ്. നമ്മൾ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇതുപോലെ ദാമനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡറും പ്ലസ് അതിലേക്കും ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ മിറേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ് കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്ലീവിന്റെ പോർഷൻ വരുന്ന ഇതാണ്. ഇങ്ങനെ ചെറിയ പ്രിന്റുകളും വരും, അതുപോലെ തന്നെ സ്ലീവിലേക്ക് ഇതുപോലെ ബോർഡറും വരും. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ്. ബാക്ക് സൈഡിലേക്കും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. മിറേഴ്സ് ആഡ് ചെയ്തിട്ടില്ല ബാക്കിലേക്ക്. ഇതുപോലെ പ്രിന്റുകൾ പോകുന്നുണ്ട്. ദാമനിലേക്കും ആ ഒരു ബോർഡർ ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സാൻറ്റൂണാണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ലൈനിങ് നിങ്ങൾക്ക് അന്വേഷിച്ച് പോകണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്തായിട്ട് ഇടാനായിട്ട് പറ്റും. ഇതിന്റെ പ്രൈസ് വരുന്നത് 1035 ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ പ്രൈസും ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും അതിലുണ്ടാവും. ഷോള് വരുന്നത് ഇതുപോലെയാണ്. ടോപ്പിന് നല്ല ലെങ്ത് വിഡ്ത്തും ഒക്കെ എല്ലാം വരുന്ന ഷോള് ടോപ്പ് തന്നെയാണ് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ ഇതിലേക്കും ആ ഒരു പ്രിന്റുകളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബോഡി ഇതുപോലെ മേലേക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ വന്നിട്ട് ഇതിന്റെ ഹെവി വർക്ക് വരുന്നത് ദാമനിലേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക്. ത്രെഡിന്റെ ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വീക്വൻസസും നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ട് തന്നെയാണ്. ദാമനിലേക്ക് ഒരു സ്കാലപ്പ് ഫിനിഷിംഗ് കൂടെ അതിലേക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ബോട്ടവും സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ ടോപ്പിനൊക്കെ നല്ല ലെങ്ത് വരുന്ന ടോപ്പും ഷോളും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഷോൾ ആണെങ്കിലും വളരെ ഹെവി ആയിട്ടാണ് ഷോൾ ചെയ്തേക്കുന്നത്. ആ ഒരു ദാമനിൽ വരുന്ന ആ ഒരു സെയിം ബോർഡർ തന്നെ ഇതുപോലെ ഷോളിലേക്കും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നെറ്റ്കോട്ട ഫാബ്രിക്കിൽ തന്നെ നല്ല ഫുൾക്കാരി വർക്ക്, കംപ്ലീറ്റ് ഫ്രണ്ടും ബാക്ക് സൈഡും ഫുൾക്കാരി വർക്കും ആയിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക്, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്. യോഗിലെ ഇതുപോലെ ചെറിയൊരു പടി കൊടുത്തിട്ട് അവിടെ 2-3 ഷോ ബട്ടൺസ് കൊടുത്തിട്ടുള്ളൂ. വേറെ വർക്കൊന്നും വരുന്നില്ല. കാരണം ഹെവി ആയിട്ട് അതിലേക്ക് ആ ഒരു ഫുൾക്കാരി വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കേട്ടോ. നല്ലൊരു ചെറുപയർ പച്ച കളറിലേക്കാണ് അത് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷോള്, ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് ആ ഒരു ഗ്രീൻ കളർ തന്നെ ബ്ലെൻഡ് ആയിട്ട് പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോളും കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഫുൾ കരി വർക്ക് ഷോളിലേക്കും വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വരുന്ന ഒരു സെറ്റ് തന്നെയാണ്. ബോട്ടം വരുന്നത് ആ ഒരു ഗ്രീൻ സെയിം കളറിൽ തന്നെ വരുന്നു. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതുപോലെ. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്ക് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. യോക്കിന്റെ ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഇതുപോലെ സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും വരുന്നില്ല. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ഇതിലേക്ക് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ്. കാരണം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, വേറെ കുറേ കളേഴ്സിന്റെ സെറ്റിന്റെ പ്ലെയിൻ സെറ്റിന്റെ കൂടെ എല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഷോള് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു മൾട്ടി കളർ കോമ്പിനേഷൻ അതിലേക്ക് വരുന്നുണ്ട്. ജോർജറ്റ് തന്നെയാണ് അതിന്റെ ഫാബ്രിക് വരുന്നത്. ഷോളിന്റെ ആ ഒരു ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ്. നല്ല ഫ്ലോയി ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ കേട്ടോ. ബോട്ടം വരുന്നത് ആ ഒരു സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലേക്ക് ബ്ലെൻഡഡ് കോട്ടൺ ഫാബ്രിക് ആണ്. പ്യുവർ കോട്ടൺ അല്ല കേട്ടോ വരുന്നത്. യോഗിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയാണ്. ചെറിയൊരു ത്രെഡ്, സിമ്പിൾ ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സീക്വൻസിന്റെ വർക്കും കൊടുക്കുന്നുണ്ട്. സൈഡിലേക്ക് അതിന്റെ എൻഡിലേക്ക് ഇതുപോലെ ഒരു ക്രോഷ്യ ലേസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കാന്ത സ്റ്റിച്ചിന്റെ ഒക്കെ പ്രിന്റ്, കാന്ത സ്റ്റിച്ച് അല്ല പ്രിന്റുകളാണ് പോകുന്നത്. ഇതുപോലെ ബാക്ക് സൈഡിലേക്കും ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഷോളും വരുന്നത്. ഇതുപോലെ കോട്ടൺ ആണ് ഷോള് വരുന്നത്. ഇങ്ങനെ ബോട്ടം വരുന്നതും ബ്ലാക്ക് കളറിലേക്ക് തന്നെ. ഇങ്ങനെ അടുത്തത് നോക്കാം.
നെക്സ്റ്റ് വരുന്ന ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് നല്ലൊരു ബ്ലെൻഡഡ് കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുള്ള പ്രിന്റുകളാണ് ഇതിൽ വരുന്നത്. ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. സെയിം പ്രിന്റുകൾ തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നു. ഇതുപോലെ ഫ്രണ്ട് ബാക്കും സെയിം തന്നെയാണ് കേട്ടോ. ബോട്ടം മെറ്റീരിയൽ ഉണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പോലത്തെ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ബോട്ടം തയ്ച്ചാലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ഷോൾ വരുന്നത് പ്രിന്റഡ് ആയിട്ട് തന്നെ ഷോൾ വരുന്നു. ഇതുപോലെ ഇതാണ് ഷോൾ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സെമിസിൽ ഫാബ്രിക്, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ. സെമിസിൽ ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീനിന്റെയും പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷന്റെയും നല്ല രസമായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. സെൽഫായിട്ടും വരുന്നുണ്ട്. ശരിക്കും കളർ ഷെയ്ഡ് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഡെയിലി വെയർ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ആ ഒരു സെയിം ഫാബ്രിക്, ടോപ്പിന്റെ സെയിം ഫാബ്രിക്കിലേക്ക് തന്നെയാണ് ബോട്ടവും വരുന്നത്. ഷോളും സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഷോളിന്റെ വൺ സൈഡ് ഇതുപോലെ നല്ല രസമായിട്ട് ഇതുപോലെ ബോർഡർ കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സെൽഫായിട്ടൊരു ഡിസൈൻ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലും വരുന്നുണ്ട് കേട്ടോ. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആന്റി ഗോൾഡൻ ജെറിയുടെ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിലേക്ക് പോകുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് അത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടും സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ ഫാബ്രിക്കിലേക്ക് വരുന്നു. ഇത് ഷോളാണ് ഇതിന്റെ ഹൈലൈറ്റ്. നല്ല രസമുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഷോളാണ് കേട്ടോ. ഇതുണ്ടോ, ഇത്രയും വർക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. ഫുള്ളായിട്ടും അത് ത്രെഡ് അല്ല, ജെറിയുടെ തന്നെ ഒരു എംബ്രോയിഡറി ആണ് പോകുന്നത്. അത് സോറി, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നേ. നല്ല തിക്കായിട്ടും ഹെവി ആയിട്ടും ചെയ്തേക്കുന്ന ദുപ്പട്ട. രണ്ട് സൈഡും ഇതുപോലെ അത് ചെറിയ വെച്ചിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ഫിനിഷിങ്ങിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിങ്ങനെ നല്ല നെക്ക് ലൈനിലേക്ക് അത് കയറിയിരിക്കുന്ന നിങ്ങൾക്ക് തോന്നും ഷോൾഡറിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് നെക്ക് ലൈനിലേക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ബോട്ടം വരുന്നത് ഇതുപോലെ സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഷോൾ വരുന്നത് ഇങ്ങനെ ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് രണ്ട് സൈഡിലേക്കും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ടും എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഷെയ്ഡല്ലേ, ഇങ്ങനെ വരും. അടുത്ത് നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നമുക്കൊരു സെമി ബനാറസി എന്നൊക്കെ പറയാവുന്ന ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ജെറിയുടെ ബുട്ട വീവിംഗ് ആണ് പോകുന്നത്. ബനാറസിലൊക്കെ വരുന്ന പോലെ ആ ഒരു ബുട്ട വീവിംഗ് തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഷോൾ വരുന്നത് ഇതിനകത്തേക്ക് പ്രിന്റഡ് ഷോളാണ് വരുന്നത്. നല്ല രസമായിട്ടുള്ള ഷോളാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ഷോൾ അല്ല, ഇതിലേക്ക് ഒരു ടിഷ്യൂ വീവിങ്ങും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് അതിന് വരുന്നുണ്ട്. നല്ല രസമുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ ഇങ്ങനെ വരും. നല്ല ഹെവി ആയിട്ട് തന്നെ ഗോൾഡൻ കളർ ടിഷ്യൂ വീവിങ് അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, നല്ല ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാത്തിൻ്റെയും പ്രൈസ്, ഓഫർ പ്രൈസും ഒറിജിനൽ പ്രൈസും സ്ക്രീനിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ ക്രിസ്മസ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ.